ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്നിപ്പോ വീഡിയോയിൽ വന്നത് ഇങ്ങനെയുള്ള അമ്മമാര് എന്തൊക്കെ കേൾക്കണം അല്ലെ. ഇതൊക്കെ ഈ മക്കൾക്കൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ എന്താ പറയാ, നമ്മള് സ്വന്തമായിട്ട് അനുഭവിക്കണ്ടേ ഇങ്ങനെയൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. അതിപ്പോ നമ്മളൊന്ന് നടക്കണ വഴിയിലൊന്ന് തെന്നി വീണാ മതി ഈ ഒരു അവസ്ഥ വരാനായിട്ട് കേട്ടോ. ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്താ പറയണേന്നറിയോ, വെല്ലോരുടെ കൊച്ചിനൊക്കെ എന്തിനാ നോക്കണേ എന്നുള്ളൊരു രീതിയിലാണ് ഓരോരുത്തരുടെയും സംസാരം. പക്ഷെ ഇത് വെല്ലോരുടെ കൊച്ചാന്ന് നമ്മളിപ്പോ അവരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടോ? പിന്നെ നമുക്കറിയാലോ, ഒരു അമ്മയ്ക്കറിയാം ആരുടെ കൊച്ചാന്നും എന്താന്നും ഉള്ളതൊക്കെ അല്ലെ. ഇതൊക്കെ നമ്മള് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു അമ്മയ്ക്കും ഇല്ല ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം. പിന്നെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെയാ പറയണേ, ഇപ്പൊ എന്നെ പോലുള്ള ഒരു അമ്മമാര് ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭൂമിയില്. അപ്പൊ ഇങ്ങനെയുള്ള മക്കളുകളൊക്കെ ഈ സമൂഹത്തില് എന്തെല്ലാം പറയുന്നല്ലേ. നമ്മൾ കേൾക്കാത്തതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, നമ്മളിതൊന്നും കരഞ്ഞ് തളർന്നൊന്നും ഇരിക്കില്ല കേട്ടോ. എന്തെല്ലാം കേട്ടേക്കണം, ഇതിലപ്പുറം കേട്ടേക്കണം. അതെല്ലാം കേട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പൊ സുടുമോന് 10-12 വയസ്സായി. ഇപ്പൊ ഇത്രയും വരെ ഞാൻ സുടുമോനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും നോക്കാനറിയാം. മനസ്സിലായോ? ഇത് ഈ പറഞ്ഞതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണമുണ്ട്. ഇങ്ങനെ പറഞ്ഞത് ഞാൻ എന്റെ ചെവിട്ടിൽ കേട്ടുട്ടാ. അത് കാരണം കൊണ്ടാണ് ഞാനിത് ഇപ്പോ ചാനൽ മുഖേനായിട്ട് ഞാൻ ഇടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അമ്മമാര് ഒട്ടനവധി ഉണ്ട്. അത് അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നറിയോ. നിങ്ങളും ഈ പറയുന്നവരും അമ്മയാണെന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തില് എത്ര മക്കളുണ്ടെന്നറിയോ ഇതേപോലെ. ഇതൊക്കെ ഇപ്പോ നമ്മളൊരു അമ്മമാര് വരുത്തുന്ന ഒരു അവസ്ഥയൊന്നല്ലത്. മനസ്സിലായോ? ഇത് ഡെലിവറിയുടെ ടൈമിലൊരു പ്രോബ്ലം വന്നു സുറുക്കൂട്ടന്. ഓക്സിജൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോ ബ്രെയിൻ ഡാമേജ് വന്നത്. അതിപ്പോ എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തില്. പക്ഷെ എന്നാലും ഞാനതൊരു വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചു. കഷ്ടമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നിങ്ങൾക്കൊക്കെ ഇത്രയും അറിവും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ അത്രയും അങ്ങോട്ട് തരം താഴണം. പിന്നെ ഇപ്പൊ ഞാൻ പറയാണ്, വേറെ ഒന്നല്ല, ഇപ്പൊ ഈ കുഞ്ഞിന് നമ്മള് വെള്ളം ദാഹിച്ചാൽ വരെ നമ്മൾ എടുത്തു കൊടുക്കണം. അല്ലാതെ അറിയില്ലേ സുടുമോനെ. ചോറായാലും എന്തായാലും ഒക്കെ മിക്സിലടിച്ച് ലിക്വിഡായിട്ട് കൊടുക്കണം. നിങ്ങൾക്കും ഇതേപോലെ ഒരു അവസ്ഥ വരും. അത് ഞാനിപ്പോ എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയോ, ഈ ഒരു അവസ്ഥ ഒരാൾക്കും വരരുതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ പോലുള്ള അമ്മമാര് എല്ലാവരും അങ്ങനെ ചിന്തിക്കുള്ളൂ. ഒരാൾക്കും ഈ അവസ്ഥ വരരുത്. വന്നാലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തില് അച്ഛൻ, അമ്മ, ഒരു ആങ്ങള ഇവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അവിടുത്തെ ഒരു വിഷമം അറിയുള്ളൂ. മറ്റുള്ള വീട്ടുകാർക്കൊക്കെ അതൊരു കഥയായിരിക്കും, തമാശയായിരിക്കും. പറയാനൊക്കെ ആയിട്ട് എല്ലാവർക്കും എളുപ്പ. നമ്മള് ഈ വയസ്സായ രോഗികളെ ഒരു ദിവസം നോക്കണ ഒരു ബുദ്ധിമുട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോ 12 വർഷമായി നമ്മളിങ്ങനെ നോക്കണം സുടുമോനെ, ഇങ്ങനെ കുഞ്ഞു കിടാങ്ങളുടെ പോലെ. അതായത് സുടുമോനെ എന്നും എനിക്ക് കൊഞ്ചിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ എത്ര വലിയ മക്കളുകൾക്കായാലും അങ്ങനെ ഒരു ഇത് കിട്ടില്ല. എന്റെ സുടുമോനെ എനിക്ക് കൊഞ്ചിക്കാനായിട്ട് പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്നും ഉണ്ണിയാണ്. മനസ്സിലായോ? അവനെന്നൊരു ഉണ്ണിയാണ്. അത് അവന്റെ ഒരു അവസ്ഥയാണ്. അവനങ്ങനെ വന്നു. അതിപ്പോ ദൈവം തരണതാണ്. ദൈവം അത് ഓരോ അമ്മമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതാണ് ഇന്ന കുട്ടീനെ ഇന്ന അമ്മമാരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഭദ്രാണ് അവൻ, സുരക്ഷിതാണ്. ഇത്രയ്ക്കും ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരുകളൊന്നും പറയണത് കേട്ട് നമ്മൾ ശരിക്കും സത്യത്തില് വീഡിയോ ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് ഇപ്പൊ തോന്നി അത് ചെയ്യാന്ന്. നിങ്ങളൊക്കെ ഇത്രയും പഠിപ്പുള്ളവരല്ലേ. പഠിപ്പുള്ളവരൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള മക്കളുകളെ പറയുമ്പോ ഉണ്ടല്ലോ, എന്താ പറയാന്നറിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.